ഈ വാർത്തകൾ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ട നിതിന്റെ സ്മരണാർത്ഥം ഷട്ടിൽ ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ് വൈക്കരിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന നിതിൻ സ്മാരക സ്റ്റേഡിയത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പെരിങ്ങോ വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. CP പ്രമോദ് സ്വാഗതവും CP ശിവദാസൻ അധ്യക്ഷതയും വഹിച്ചു. 16-ാം വാർഡ് മെമ്പർ ശ്രീമതി P സുഗന്ധി, 15-ാം വാർഡ് മെമ്പർ KV വിജയൻ, പ്രഭാകരൻ K, സുധീർ ബാബു KKV എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. MV സജീവൻ ഉദ്ഘാടന യോഗത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കാലാനുസൃതമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടെ അണിചേർന്നിട്ടുള്ള ഒരു വലിയ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ആളുകൾ ഒരു കായിക മേഖലയിൽ ഇടപെടുന്നതിന് വേണ്ടി ലഭിക്കുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കൂടെ നിന്ന് അകാലത്തിൽ വേർപെട്ടു പോയ ശ്രീ നിതിൻ്റെ പേരിൽ തന്നെ ഒരു സ്റ്റേഡിയം, അത് നമുക്ക് നമ്മുടെ സ്നേഹം അത് പ്രകടിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നമ്മുടെ സഹപാഠിയുടെ ഓർമ്മ എല്ലാ കാലവും നിലനിർത്തുന്നതിന് സ്റ്റേഡിയം സഹായിക്കും. കുടുംബത്തിന്റെ കാര്യം നമുക്കറിയാം. ഇന്നലെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ബഹുമാനപ്പെട്ട മന്ത്രി വന്നു നോർക്കയുടെയും കേരള സർക്കാരിന്റെയും ആദ്യ ഒരു ധനസഹായത്തിന് ചെക്ക് കൊടുത്തു. കുടുംബം അതൊക്കെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തുടർന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് ആക്സിഡന്റൽ ഡെത്ത് ആയതുകൊണ്ട് 4 വർഷത്തെ വേതനം ലഭിക്കുമെന്നാണ് നമുക്ക് പത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. മാത്രമല്ല, ആ കമ്പനി ഉടമ എന്ന് പറയുന്നത് ഏകദേശം 4000-ഓളം ജീവനക്കാരുള്ള വലിയ ഒരു കമ്പനിയാണ്. മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് പത്രമാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ കുടുംബത്തിന്റെ ഭദ്രത എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചോളം ഒരു ആലോചിക്കേണ്ട വിഷയമായി വരുന്നില്ല. പിന്നീട് നമ്മുടെ കൂടെ ചിരിച്ച് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ സുഹൃത്തായി ഒക്കെ പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിട്ടുപോകുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ആ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് വളരെ പെട്ടെന്ന് തന്നെ തുടക്കം കുറിച്ചു എന്നുള്ളതും അഭിനന്ദനീയമാണ്. ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവതലമുറ കുട്ടികൾ ഒരു വല്ലാത്ത, നമ്മളെല്ലാം മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേജിലാണുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്കൂളുകളിൽ PTA മീറ്റിംഗ് മറ്റൊക്കെ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്, മറ്റ് വിവരങ്ങൾ അറിയാറുണ്ട്. ലഹരിയുടെ കേന്ദ്രങ്ങളായി നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകളും ചില സ്കൂളുകളും അതിൻ്റെ ഗുണഭോക്താക്കളായി നമ്മുടെ കുട്ടികൾ ചിലരെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്കൂളുകളിൽ ഉച്ച കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഈ കുട്ടികളോട് അവരെ സ്വകാര്യ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ചടങ്ങ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നമ്മളൊരു ഉദ്ദേശകൃത്യങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുകയാണ്. നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിച്ച ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊരു ഗ്രൗണ്ട്, ഒരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു നല്ലൊരു സ്റ്റേഡിയം എവിടെയും ഇല്ല. അതിന്റെ
പിന്നെ ഒരു കാരണം കൊണ്ട് നമ്മൾ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഇതിനൊരു ചെറിയൊരു കമ്മിറ്റി തീരുമാനം പോലെ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ അതൊന്ന് നടക്കാതെ പോയി. ഇന്നിപ്പോ അതിന് ഏറ്റവും വലിയ സ്റ്റേഡിയത്തിന്റെ കാരണം വെച്ചാൽ ഒന്ന് സാമ്പത്തികം തന്നെയാണ്, പിന്നൊന്ന് സ്ഥലത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് സ്ഥലം ഒരു വലിയ വില കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ നീക്കുപോക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തികമില്ലാതെ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റേഡിയം നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ നാട്ടിന്റെ മോശമായി മാറ്റുന്ന രീതിയിൽ തന്നെ നമുക്കൊരു സ്റ്റേഡിയം നമുക്ക് നിലനിർത്താനും ഇവിടെ ഉണ്ടാക്കാനും നമുക്ക് എല്ലാവർക്കും നിർവഹിച്ചു. നമ്മുടെ കുവൈത്തിൽ നിന്നും ഭക്തിബാധയേറ്റ് മരണപ്പെട്ട നമ്മുടെ സഹോദരൻ, നാട്ടിൽ തന്നെ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ നിതിന്റെ നാമധേയത്തിലാണ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പേരിടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ സഹായം ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ വൈക്കര സ്കൂൾ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈക്കര സ്കൂളിലെ സ്റ്റേഡിയം അല്ലാതെ വേറെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം എവിടെയും തന്നെ ഇല്ല. ഇപ്പോഴത്തെ കാലങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മൊബൈലിന്റെയും അടിമകളായിരുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വെച്ചാൽ കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ടാണ്. ഇപ്പം മുമ്പുള്ള കുട്ടികളെ പോലല്ല ഇപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 3-4 കിലോമീറ്ററുകൾ നടന്നിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളാണ്. ഇന്ന് 1 കിലോമീറ്റർ പോയിട്ട് 5 മിനിറ്റ് വീട്ടിനെടുക്കുന്ന ദൂരമുള്ളവർ പോലും തയ്യാറാകുന്നില്ല. നമുക്കൊരു സ്റ്റേഡിയം, നിതിൻ സ്മാരക സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു യോഗമാണിത്. ഇതിന്റെ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു കളിസ്ഥലം ഇല്ലാത്തതിന്റെ കുറവ് വളരെയധികം അനുഭവിച്ചവരാണ് നമ്മൾ. അപ്പോൾ ഇതിന്റെ പേരിൽ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളെ കൈവശമില്ലാത്ത ഒരു 3 ഏക്കറോളം സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിക്കുകയും അവരുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള ഒരു അറിയിപ്പാണ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഇനി നമുക്ക് അടുത്തതായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ് അതിന്റെ സഹായം ലഭിക്കേണ്ടത്. അതിന് നമ്മളെ പ്രസിഡന്റ് ഇവിടെയുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെ പ്രസിഡന്റ് പറയും. അപ്പോ അതിന്റെ പേരിൽ ഒരു നല്ലൊരു സ്റ്റേഡിയം നമുക്ക് ഇതിന്റെ പേരിൽ നിർമ്മിക്കണം. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.